ശ്രീ മുഹമ്മദ് അമീർ കൂടി പങ്കെടുക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് അമീർ, ഈ സെന്റ് റീത്താസ് സ്കൂളിൽ നടന്ന ഒരു വിഷയത്തെ അവിടെ വെച്ച് പരിഹരിക്കപ്പെടേണ്ടതും അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുമാണ് എന്ന ഒരു പൊതു വിലയിരുത്തൽ സമൂഹത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിലാണ് ഈ ചില സംഘടനകൾ കേരളത്തിൽ ഏതൊക്കെ സ്കൂളുകളിൽ ആണ് ഹിജാബ് വിലക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച സർവേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതപ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാവിലെ ആ സംഘടനാ പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് മറ്റ് സംഘടനകളുടെ പിന്തുണ കൂടിയുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ സംഘടനകൾ കൂടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നിരക്കുന്നതാണോ? ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ വിഷയമെങ്കിൽ അത് ആ സ്കൂളിൽ അവസാനിപ്പിക്കട്ടെ എന്നത് തീരുമാനിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഇത്തരം സ്കൂളുകൾ ഉണ്ട് എങ്കിൽ ആ സ്കൂളുകളുടെ എല്ലാം ലിസ്റ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നിടത്ത് അവിടെയാണല്ലോ ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്ന സംശയമുണ്ടാകുന്നത്. അഭിലാഷ്, ഇതില് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ചർച്ച തുടങ്ങുന്നതിന്റെ മുമ്പൊരു രക്ഷിതാവിന്റെ വോയിസ് കേൾപ്പിച്ചു. ആ വോയിസിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഒക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായ ഒരു ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയെ അവര് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകര് ചോദ്യം ചെയ്യുകയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ അത് എന്റെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് ഇത്രമേൽ വലിയൊരു പ്രശ്നമാണോ എന്ന് ആ കുട്ടി ചിന്തിച്ചു പോവുകയും ആ കുട്ടിയുടെ കൂടി പ്രതികരണം കൊണ്ടായിരിക്കും ആ രക്ഷിതാക്കൾ ഇനി എന്റെ കുട്ടി ആ സ്കൂളിൽ വിട്ടാൽ ഈ കുട്ടിക്കും ഇതൊരു മാനസികമായ ആഘാതമാകോ എന്നുള്ളൊരു ഭയത്താലായിരിക്കും അവർ TC വാങ്ങുന്നത്. ഇപ്പൊ ഈ 8ാം ക്ലാസ് പഠിക്കുന്നത് ഈ 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ തട്ടം നമുക്ക് മനസ്സിലാകും. ഇത് പക്ഷെ 2ിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവരൊക്കെ ഇത്രമേൽ ചിന്താഗതിയുള്ള വിശാലമായി ചിന്തിക്കുന്ന കുട്ടികളാണോ എന്നൊരു സംശയം ഞാൻ താങ്കളൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രക്ഷിതാവിനൊരു കൺസേൺ ഉണ്ടാവില്ല അഭിലാഷ്. രക്ഷിതാക്കൾ ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. നോക്ക്, അത് എന്റെ ഒരു റിലീജിയസ് ഐഡന്റിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാളെ എന്റെ മക്കൾ വളർന്നു വരുമ്പോഴും ധരിക്കേണ്ട ഒരു റിലീജിയസ് ഐഡന്റിറ്റി ആ സ്കൂളിൽ ഇത്രമേൽ പ്രശ്നവൽക്കരിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്ന എന്റെ കുട്ടികൾക്ക് നാളെ ഈ ഗതി വരുമോ എന്നുള്ള ഒരു ഫിയർ ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? ഈ ഫിയർ ഫാക്ടർ അത് ആ സ്കൂളിൽ മാത്രമല്ല വേറെയും അനേകം സ്കൂളുകളിൽ ഉണ്ടായിക്കൂടെ? ഇവിടെ ഈ സ്കൂളിന്റെ തന്നെ ഇപ്പൊ പറഞ്ഞു ഇത് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ആ പ്രിൻസിപ്പൾ വിചാരിച്ചിരുന്നെങ്കിൽ എത്ര രമ്യമായിട്ട് ഇത് പരിഹരിക്കാമായിരുന്നു. അവിടെ ഇവരെ വെബ്സൈറ്റിൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും. എന്താണ് ആ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച? അസഹിഷ്ണുത അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എന്റെ ചോദ്യം ശ്രീ മുഹമ്മദ് അമീർ, താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ കുട്ടിയെ അതായത് ഇത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പലതവണ ഹിജാബ് ധരിച്ച് അവിടെ വന്നിരുന്നു കുട്ടി. അപ്പോഴൊക്കെ ആ കുട്ടിയെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെ വിളിപ്പിക്കുകയാണ് ചെയ്തത്. കലോത്സവ ദിവസം പൂർണ്ണമായും ഹിജാബ് ധരിച്ച ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ചട്ടത്തിന് വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായും രക്ഷിതാക്കളെ വിളിപ്പിക്കുക, പറയുക. അതല്ലേ അവിടെ എവിടെയാണ് നമുക്ക് അസഹിഷ്ണുത കാണാൻ പറ്റുന്നത്? പിന്നീട് അവിടേക്ക് കുറച്ചധികം പ്രവർത്തകർ വരികയും അവിടെ നടത്തി ഇതേ രക്ഷിതാവ് തന്നെ മറ്റുള്ള ആളുകളുമൊക്കെയായി ആ സ്കൂൾ ഗേറ്റിൽ നടത്തിയ പ്രകടനങ്ങളും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. അതില് ഏതെങ്കിലും പാർട്ടിക്കാർ പങ്കെടുത്തോ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നോ എന്നുള്ളതൊന്നും നമ്മള് അതൊക്കെ മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റിലീജിയസ് ഐഡന്റിറ്റിയോട് ഇത്രമേൽ ഇൻടോളറൻസ് തോന്നേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ആലോചിച്ചോക്കെ. ഇതിലെല്ലാരും ഈ വിഷയത്തിൽ പറയണം, ആ പ്രിൻസിപ്പൾ ധരിച്ച അതേ വസ്ത്രം, അവരൊരു നൺ ആണ്, ഒരു കന്യാസ്ത്രീയാണ്. എന്താണ് ഒരു കന്യാസ്ത്രീ? സ്വന്തത്തെ കർത്താവിലേക്ക് ദൈവത്തിലേക്ക് സമർപ്പിച്ച ഒരു സ്ത്രീ എന്ന് സ്വയം തീരുമാനിച്ച ഒരു സ്ത്രീയാണ് കന്യാസ്ത്രീ. അവരൊരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നു. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് ഏതൊരു മുസ്ലിം സ്ത്രീയും അവര് സ്വന്തത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ചവരാണ്. അവരെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി സ്കൂൾ അധികൃതരെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടികൾ പോകുന്നത് സംബന്ധിച്ച്, അതായത് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന 2 കുട്ടികൾ അവിടെ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ചു എന്നത് സംബന്ധിച്ച് അവർക്ക് അറിയിപ്പൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ചർച്ചയുടെ ഭാഗമായി ആരെയും അയക്കാത്തത്. ഒരു പക്ഷേ ഈ അവധി ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകില്ലായിരിക്കാം. പക്ഷേ ഇതേ ആളുകൾ തന്നെ പറഞ്ഞത്, ഞങ്ങളുടെ വിദ്യാഭ്യാസ സമയത്ത് ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടേതായ മതപരമായ ഐഡന്റിറ്റി, താങ്കൾ ഈ സൂചിപ്പിച്ച ശിരോവസ്ത്രമൊന്നും ധരിച്ചുകൊണ്ടല്ല സ്കൂളിൽ പോയത് എന്നുള്ളതാണ്.
ഈ ക്രിസ്ത്യൻ നൺസ് എത്രയോ വ്യത്യസ്തമായ മാനേജ്മെന്റുകൾക്ക് കീഴിൽ അവരവരെ വസ്ത്രം ധരിച്ച് പോകുന്നുണ്ട്. അല്ല അത് ശരിയാണ്. അല്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഹിജാബ് ധരിച്ചുകൊണ്ട് നിരവധി മാനേജ്മെന്റ് സ്കൂളുകളിൽ, വ്യത്യസ്തമായ മാനേജ്മെന്റ് സ്കൂളുകളിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ ആ സ്കൂളിന്റെ ചട്ടം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ നോക്ക്, ഇവിടെ ഏത് മതവിഭാഗത്തെ എടുത്താലും, ഒരു ഹൈന്ദവൻ എടുത്താലും ക്രൈസ്തവൻ എടുത്താലും മുസ്ലിം എടുത്താലും, അവരുടെയൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ടാവും. അതായത് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയാം. അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ മതപരമാകുന്ന ചിഹ്നങ്ങൾ, മതചിഹ്നങ്ങൾ, അതുപോലെയുള്ള വസ്ത്രധാരണം, ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്ന നിരവധി കോളേജുകളും നിരവധി സ്കൂളുകളും ഒക്കെ ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇത് അനുവദിക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാംസാഹാരം അനുവദിക്കാറില്ല, വെജിറ്റബിൾ ഫുഡ് മാത്രമേ പാടുള്ളൂ എന്ന് മാനേജ്മെന്റ് തന്നെ നിഷ്കർഷിച്ച് അവരെ ചേർക്കുമ്പോൾ തന്നെ പറയുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ നിഷ്കർഷിയുള്ള ഒരു സ്ഥാപനമാണിത് എന്ന് അവർ പറയുന്നു. അവർക്ക് മറ്റേതെങ്കിലും സ്കൂളുകളിൽ ഇത് ധരിക്കുന്നതിനോടോ പുറത്ത് ധരിക്കുന്നതിനോടോ അവർ ഒരു അതിർത്തിയും പ്രകടിപ്പിച്ച് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കേണ്ടി വരുന്നത്. അഭിലാഷ്, ഒരു കാര്യം, ഈ ചില കാര്യങ്ങൾ നമുക്ക് മതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടാവും. ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീക്ക് അവരൊരു ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചതിന് ശേഷം ധരിക്കുന്ന ഒരു വസ്ത്രം, അത് എല്ലാ സമയത്തും ധരിക്കുന്നത് പോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീക്ക് അവര് പ്രായപൂർത്തിയായാൽ എല്ലാ സമയത്തും ധരിക്കേണ്ട ഒരു വസ്ത്രമാണ് ഈ ഹിജാബ് എന്നുള്ളത്. അതിന് ആ വിശുദ്ധിയോടെ തന്നെ നമ്മൾ കാണണ്ടേയില്ലേ? പിന്നെ അത് ഒരു മാംസഭക്ഷണം ഒഴിവാക്കുന്ന പോലെ ഏതെങ്കിലും സമയത്ത് ഒഴിവാക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള വലിയൊരു ഇഗ്നോറൻസ് പൊതുബോധത്തിൽ നന്നായിട്ടുണ്ട്. ഇതിപ്പോ ഒരു സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് അഴിച്ചു വെച്ചുകൂടെ ഞാൻ ചോദിക്കാൻ മാത്രം അത്ര സില്ലി ആയ ഒരു കാര്യമായിട്ട് എങ്ങനെയാണ് പൊതുബോധത്തിന് തോന്നുന്നത്? ഒരു കന്യാസ്ത്രീ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് എന്നുള്ളത്. ആ കുട്ടി എത്രത്തോളം മാനസികാഘാതം അനുഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫാദർ ഫേസ്ബുക്കിലും വാർത്തകളിലും ഒക്കെ പറയുന്നത്. അതിന് അസുഖം ബാധിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അതിനാരാണ് ഇവിടെ ഹീൽ ചെയ്യുക? ആ മുറിവുണക്കാൻ ഇവിടെ ആരാണ് വരിക? ഒരു കാര്യം കൂടി, നമ്മളെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഈ മീഡിയന്റെ മുമ്പിൽ അവിടുത്തെ പ്രിൻസിപ്പൾ വന്നിട്ട് വളരെ ദാർഢ്യത്തോടെ പരിഹാസത്തോടെ ചിരിച്ച ഒരു ചിരിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ മലയാളികൾക്കിടയിൽ ഒരു കന്യാസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കരുണയോടെ വന്നെത്തുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു മദർ തെരേസന്റെ ഒക്കെ. ഇന്ന് നിങ്ങൾ പരിഹാസവും എന്തായിരുന്നു എനിക്കത് ബോധ്യപ്പെടുന്നില്ല. ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ആ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്തത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ പോളിസി അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, അതാര് വിചാരിച്ചാലും മാറ്റില്ല എന്നുള്ളതാണ്. അതിപ്പോൾ താങ്കൾ പറയുന്നതിന് തുല്യമാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടി അവൾ വിശ്വാസിയാണെങ്കിൽ അവൾ തട്ടമിട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് നിങ്ങളുടെ മതപരമായ കാർക്കശ്യമാണെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആ സ്ഥാപന മേധാവിക്ക് അത്തരം കാർക്കശ്യം ഉണ്ടാകാം. അവരാണ് ആ സ്ഥാപനത്തിന്റെ മേധാവി. അങ്ങനെ എല്ലാരും ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചുകൂടെ അഭിലാഷ്? അങ്ങനെ എല്ലാരും ചിന്തിച്ചു തുടങ്ങിയാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു പോളറൈസേഷൻ എത്രയായിരിക്കും? അഭിലാഷ്, ഒരു കാര്യം കൂടി അഭിലാഷ്, ഈ സെന്റ് റീത്ത സ്കൂളിൽ പഠിക്കുന്ന ബാക്കിയുള്ള മുഴുവൻ കുട്ടികളും അവര് നാളെ അവരുടെ ജീവിതത്തിൽ ഒരു ഹിജാബിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണ്? ആ പോളറൈസേഷൻ ആരാണ് മറുപടി പറയാ? അല്ല, അത് താങ്കൾ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടി വരില്ലേ? താങ്കൾ ഈ പറയുന്നത് പോലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. അവരുടെ മക്കളെ ഏത് തരത്തിൽ വളർത്തണം എന്നുള്ള താല്പര്യമുണ്ട്. അതൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ കുറച്ച് മാറ്റിവെക്കുക എന്നുള്ളതാണ് പൊതുവെ സ്വീകരിച്ചു വരുന്ന ഒരു ശീലം. ഇതാണ് നിങ്ങൾക്ക് മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള തീരെ ഇല്ലാത്തൊരു ഒരു ധാരണയില്ല. അല്ലല്ല, ശ്രീ മുഹമ്മദ് അമീർ, മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം വേണം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം വേണം. അങ്ങനെയല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമല്ലേ? ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്ന് കരുതുക. എൻ്റെ ക്രിസ്ത്യാനിറ്റിയും എൻ്റെ ഹിന്ദുത്വവും മറ്റ് ഉള്ള ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും തുല്യമാകണമെന്നില്ല എന്ന് ഞാൻ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒഴിച്ചുകൂടാനാവാത്ത ഒരു പബ്ലിക് സ്പേസിൽ ധരിക്കണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചോയ്സ് ആണ്. ഞാൻ ആരെങ്കിലും ധരിക്കണില്ല എന്ന് വെക്കുക, അതിലൊരു പ്രശ്നമില്ല. ഒരു കുട്ടി ഹിജാബ് ധരിക്കണം, എനിക്ക് ഹിജാബ് ധരിക്കണ്ട എന്ന് പറഞ്ഞ് ഈ സെന്റ് റീത്ത സ്കൂളിൽ പോയാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു റിലീജിയസ് പ്രാക്ടീസ് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തവർ ധരിക്കണം എന്ന് പറഞ്ഞാൽ അതിനോടൊരു അസഹിഷ്ണുത എന്തിനു തോന്നണം എന്നുള്ളതാണ്.
അല്ല, അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായി നിസ്കാരം എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ സ്കൂളുകളിൽ നിസ്കാര മുറികൾ, നേരത്തെ പി ജോസഫ് പറഞ്ഞ പോലെ അത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരില്ലേ? നിസ്കാരമുറി അനുവദിക്കണം എന്നില്ലല്ലോ, നിസ്കാരമുറി വേണമെന്നില്ലല്ലോ നമസ്കരിക്കാൻ. അവർക്ക് പുറത്തുപോയി നമസ്കരിക്കാമല്ലോ. കേരളത്തില് പല സ്കൂളുകളിലും പോകുന്ന കുട്ടികൾ സ്കൂളുകളിൽ നമസ്കരിക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക് സമയത്ത് പുറത്തുപോയി നമസ്കരിച്ചു വരുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതാണ്